നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നലെ ജൂലൈ മാസം 26-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അലങ്കാരമൊന്നും പറയാൻ സാധിക്കണില്ല കേട്ടോ. ലൈവിൽ പറയാമെന്ന് വെച്ചപ്പോൾ ലൈവും എടുക്കാൻ സാധിച്ചില്ല. ആദ്യം തന്നെ അതിന് ക്ഷമ ചോദിക്കുകയാണ്. ശരിക്കും ഒരു 2-3 ദിവസം സ്കൂളൊക്കെ അടച്ചിട്ട് പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ കിടക്കുന്ന ആ ഒരു പ്രതീതിയില്ലേ, അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കുറച്ച് ദിവസം അലങ്കാരം പറയാണ്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എല്ലാ ദിവസവും അലങ്കാരമായിട്ട് വരാട്ടോ. അപ്പോൾ ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലം 3:30-ക്ക് തുറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 4:30-യോട് കൂടിയിട്ടാണ് കേട്ടോ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രാദേശികത്തിൻ്റെ ക്യൂ ഇന്നലെ അധികം പേരൊന്നും പ്രാദേശികത്തിൽ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ക്യൂ ആയിരുന്നു. അങ്ങനെ ക്യൂവിൽ നിന്നു ഒരു 5 മിനിറ്റൊക്കെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഞങ്ങളങ്ങനെ അയ്യപ്പൻ്റെ അതിലെ കയറി. പിന്നെ ഫ്ലൈ ഓവറിൽ കൂടെ ജനറൽ ക്യൂ വരുന്നുണ്ടായിരുന്നല്ലോ, അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഇന്നലെ സോപാനം തൊഴിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊട്ടടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. ഭഗവാൻ ഇന്നലെ നാരങ്ങ മിഠായി ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ശ്രീലകത്ത് ഇന്നലെ ഉണ്ണി ചെറിയൊരു ഉണ്ണിയായിട്ടാട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഒരു മാധവൻ്റെ ഒക്കെ പ്രായമായിട്ട് എനിക്ക് തോന്നിയേ. ഒരു 9 മാസം, ഒരു വയസ്സിന് താഴെ ഉണ്ടായിരിക്കുള്ളൂ ഉണ്ണിക്ക്. മുട്ടുകുത്തി നന്നായി ഇങ്ങനെ ഇരിക്കാനൊക്കെ തുടങ്ങുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അങ്ങനെയാണ് ഉണ്ണി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുട്ടുകുത്തിയിട്ടുണ്ട്, എന്നാലും ഒരു കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് നമ്മളെ നോക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് ഒന്ന് ഇരുത്തം വരുമല്ലോ, ആ ഒരു രീതിയിലാണ് ഉണ്ണി ഇന്നലെ ശ്രീലകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നത്. നന്നായി പുഞ്ചിരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. വലിയൊരു കൂടാണ്, ഉണ്ണിയേക്കാൾ വലിപ്പമുള്ള ഒരു കൂടാണ്. നിറച്ച് വെണ്ണയായിട്ട് യശോദാമ്മ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വെണ്ണ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് പോകുമ്പോൾ നമ്മളെയൊക്കെ നോക്കി ചിരിക്കില്ലേ സന്തോഷത്തോടെ, ആ ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ് ഇന്നലെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. 2 തിരുമുടിമാലകൾ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം താമരയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു. വേറെ ഒരെണ്ണം താമരയും തെച്ചിയും കൂടെ ആയിരുന്നു കേട്ടോ കോർത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു, തുളസിയും തെച്ചിയും ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ളതായിരുന്നു. അതിന് നടുക്കാണ് നമ്മുടെ പൊന്നുണ്ണി ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ പീലി തിരുമുടിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഭഗവാന്റെ മുടിയൊക്കെ. ചെറിയൊരു മുഖാണേ, നല്ല ചന്തത്തിൽ ആ ഗോപി തിലകം നെറ്റിയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കാതുപൂക്കൾ ഉണ്ടായിരുന്നു. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാലയാണ്, അതിന് നടുക്കായിട്ട് ഒരു ഗോപി തിലകം ഉണ്ട്. പിന്നെ വേറൊരു മാല ഇങ്ങനെ അലുക്കുകളൊക്കെ ഒരു പതക്കം പോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന മാലയാണ് കേട്ടോ. അത് സോപാനം തൊഴിലായതുകൊണ്ടാണ് ആ മാലയുടെ ഡിസൈൻ പ്രത്യേകം എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ വേറെ 2 ഗോപി തിലകങ്ങൾ ഇങ്ങനെ തോളിൽ വെച്ചിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിക്കാലും കുഞ്ഞി കൈകളൊക്കെയാണ്, ചെറിയൊരു ഉണ്ണിയല്ലേ. ആ കാലുകളിലും കാൽത്തളകൾ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയുണ്ട്. പൊന്നോടക്കുഴലില്ലാതെ ഭഗവാനെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കാറില്ലല്ലോ, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കില്ലേ. അതും തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ണ കഴിക്കുന്ന ആ ഒരു തിരക്കായതുകൊണ്ടേ ഓടക്കുഴലല്ല കയ്യിൽ പിടിച്ചിരിക്കുന്നത്, അത് അടുത്ത് വെച്ചിരിക്കുകയാണ്. ഇടത്തെ കൈ ഇങ്ങനെ ചെറുതായി നിലത്ത് കുത്തിയിട്ട് വലത്തെ കയ്യിൽ ഒരു കുടത്തിൽ നിന്ന് വെണ്ണ എടുത്തിട്ട് നമ്മളെയൊക്കെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു ഭാവത്തിലാണ് ഇന്നലെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിക്കണ്ണനെ, നമ്മുടെ പൊന്നുണ്ണിയെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത്. ഗണപതിക്ക് ഇന്നലെ പച്ച നിറത്തിലുള്ള കസവിൻ്റെ ഒരു ഉടയാടിയായിരുന്നു കേട്ടോ. നിറയെ സ്വർണ്ണ കുത്തുകൾ ഇങ്ങനെ അതിൽ ഇങ്ങനെ ഡിസൈൻ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അരയിൽ ഒരു കസവ് മുണ്ട് ചുറ്റിയിട്ടുണ്ട്. വളരെ നേരിയ രീതിയിൽ ചുവന്ന പട്ടും കൂടെ ചേർത്ത് ചുറ്റിയിട്ടാണ് കേട്ടോ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. 2 കൈയിലും കദളിപ്പഴം ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് കിട്ടിയ സന്തോഷത്തിലാണ് ഗണപതി ഇരിക്കുന്നത്. ഭഗവാന് വെണ്ണയാണല്ലോ കിട്ടിയത്. ഉണ്ണി ഗണപതി ചെറിയൊരു ഉണ്ണിയാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് കേട്ടോ കാണുന്നത്. കയ്യിൽ കദളിപ്പഴം കൂടെ കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. തുമ്പിയിലെ ആ കുറി തൊടുന്ന ഭാഗത്ത് വെളുപ്പും കറുപ്പും നിറത്തിലാണ് യു ഷേപ്പിൽ ഇന്നലെ കുറി ഉണ്ടായിരുന്നത് കേട്ടോ. കാതുകളിലാണെങ്കിൽ ചുവപ്പും കറുപ്പും നിറത്തിലാണ് ആ യു ഷേപ്പിലുള്ള കുറി ഉണ്ടായിരുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് നിറയെ അലങ്കരിച്ചിരിക്കുക. പലതരത്തിലെ മുത്തുകളും കല്ലുകളും സ്വർണത്തിൻ്റെ ഒക്കെ ഡിസൈനുകൾ ചേർത്തിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. കിരീടവും അതിനോടൊപ്പം തന്നെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിരീടത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഒരു ചന്ദ്രകലയുണ്ട്, മയിൽപ്പീലിയുണ്ട്. അതുകൂടാതെ ഒരു താമരപ്പൂവും കൂടെ ആ നെറുകിലെ കിരീടത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെയും തൊഴുത് ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞ് സരസ്വതി ദേവിയെ തൊഴുതു. പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു. അത് കഴിഞ്ഞ് കന്നിമൂലക്കിലുള്ള ഗണപതിയെയും ഓരോ ദശാവതാര തൂണുകളൊക്കെ തൊഴുതിട്ട്
ഭഗവാന്റെ പുറകിലെത്തി ഭഗവാനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു. അവിടെ ഇന്നലെ താമര കൊണ്ടുള്ള മാലകളായിരുന്നു കേട്ടോ ഭഗവാന്റെ കഴുത്തിലായിരുന്നു. അതായത് ആ ശില്പം മുഴുവനായിട്ടുണ്ടായിരുന്നു, ബ്രഹ്മാവിന്റെ കഴുത്തിലുണ്ടായിരുന്നു. ഭഗവാന്റെ കഴുത്തിലെ തുളസിയിൽ അവിടെ എവിടെയായിട്ട് കുറച്ച് തെച്ചി കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ. അവിടെയും തൊഴുത് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് വരുമ്പോൾ 9ാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ട്. അവിടെ ഇന്നലെ തുളസി മാലകൾ ഉണ്ടായിരുന്നു. അവിടെ തൊഴുത് മുരുകനെ തൊഴുത് ആഞ്ജനേയനെ തൊഴുതു. അവിടെ ഇന്നലെ വെറ്റില മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു. കാളിയമർദ്ദനം കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ വടക്ക് ഭാഗത്തെത്തിയിട്ട് താമരക്കണ്ണനെ തൊഴുതത്. പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി ഒന്നും കൂടെ നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത്. വാതിൽ മാടത്തിൽ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഭഗവതി അമ്മയ്ക്കും ഇന്നലെ ഗണപതിയുടെ പോലെ തന്നെ പച്ച നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു കേട്ടോ. അത് കുറച്ച് വലുതായിരുന്നു. ഭഗവതി അമ്മയുടെ ആ മുഖം മാത്രമേ നമുക്ക് ചാർത്തിയത് കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കീഴ്പോട്ട് ഇത്രയും വലിയ ഒരു ഉടയാടയായിരുന്നു കേട്ടോ. എന്നാൽ ആ മുകൾ ഭാഗത്ത് നിറയെ പൂമാലകളൊക്കെ ഭഗവതി അമ്മ ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് മുഴുവനായിട്ടൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സൈഡിൽ ഒരു വയലറ്റ് നിറത്തിലും കൂടെ ഉടയാടയുടെ ഒരു ഭാഗം കണ്ടു കേട്ടോ. അതും എവിടെ നിന്നാണ് തുടങ്ങുന്നതൊന്നും കാണാൻ സാധിച്ചില്ല. അത്രയധികം പൂക്കൾ കൊണ്ട് ഭഗവതി അമ്മയുടെ ആ മുന്നിൽ ഇങ്ങനെ നിറയെ പൂ മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസത്തിൽ ഭഗവതി അമ്മയുടെ മുഖം ചാർത്തിയിട്ടുണ്ട്. കണ്ണുകളൊക്കെ ഇങ്ങനെ നല്ല നീണ്ടിട്ടുള്ള മിഴികളായിരുന്നു കേട്ടോ. വാലിട്ടിട്ട് കണ്ണെഴുതാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരുന്ന് ഇന്നലെ ഭഗവതി അമ്മയുടെ കണ്ണുകളൊക്കെ ഉണ്ടായിരുന്നത്. നല്ല ചുവന്ന നിറത്തിൽ ചുണ്ടൊക്കെ ആയിട്ട് കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട്. മാലയ്ക്ക് പകരമായിട്ട് സ്വർണ്ണ നിറത്തിൽ, അതായത് കല്ലുകൾ മഞ്ഞ, അതായത് സ്വർണ്ണ നിറം തന്നെ നമുക്ക് തോന്നാം. വലിയ കല്ലുകൾ ഇങ്ങനെ ആ കഴുത്തിന് താഴെയായിട്ട് ഇങ്ങനെ പതിപ്പിച്ചിരിക്കുകയാണ്. അതൊരു മാല പോലെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കിരീടം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ചന്ദനം കൊണ്ട് ഒരു വൃത്താകൃതിയിൽ ചാർത്തിയിട്ട് അതിന് നടുക്ക് ഒരു സ്വർണ്ണ പൂവ് ഒട്ടിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക് കിരീടം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു. അവിടെ തൊഴുത് നമസ്കരിച്ചിട്ട് ഞങ്ങളങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതു. പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് കൊടിമരത്തിന് ചോട്ടിലെത്തി കേട്ടോ. അവിടെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങളങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത്. അവിടെ അകത്തുള്ള വിളക്കൊന്ന് കണ്ടു തൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. അയ്യപ്പൻ ഇന്നലെ മഞ്ഞ, നല്ല ചന്തമുള്ള മഞ്ഞയാണ് കേട്ടോ. മഞ്ഞ നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു. അതിൽ നിറയെ ഇങ്ങനെ സ്വർണ്ണ വരകൾ, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ലേസൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ഇങ്ങനെ വര പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉടയാടയായിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. നെഞ്ചിൻ്റെ ആ ഭാഗം മുഴുവനായിട്ടും, അതായത് ഈ ഉടയാടയ്ക്ക് മുകളിലുള്ള ഭാഗം മൊത്തം ചന്ദനം കൊണ്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. കഴുത്തിലെ മാല പോലെ സ്വർണ്ണ പൊട്ടുകളാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. കാതിലും സ്വർണ്ണ പൊട്ടുണ്ട്. മുഖമൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ്. അതിന് മുകളിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അവിടെയും നന്നായി തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയത്. ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് പിന്നെയും അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തി കേട്ടോ. പിന്നെ എനിക്ക് ഇന്നലെയും അടിപ്രദക്ഷിണം ഉണ്ടായിരുന്നു. ആ ഒരു അടിപ്രദക്ഷിണം കൂടെ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചുറ്റമ്പലത്തിനകത്ത് നിന്ന് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി നമുക്കൊരു കഥ പറയാം കേട്ടോ. രാമായണ മാസം ആയതുകൊണ്ട് തന്നെ രാമായണത്തിലെ ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പാരായണത്തിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നമ്മുടെ മഹർഷി, അതായത് വിശ്വാമിത്ര മഹർഷി വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഒരു സന്ദർഭത്തിൻ്റെ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിലേക്ക് എത്തി. അപ്പോൾ രാജാവിന് നല്ല സന്തോഷമായി. ഇത്രയും ഒരു മഹത് വ്യക്തിയാണ് ഞങ്ങളുടെ രാജ്യം കൊട്ടാരം സന്ദർശിക്കാനായിട്ട് എത്തിയത്. അപ്പോൾ അങ്ങ് ഇവിടെ വന്നത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്, ഞങ്ങൾ ധന്യരായി എന്ന് പറഞ്ഞിട്ട് പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതായത് ഈ മഹർഷിയെ നന്നായി പൂജിക്കുന്നുണ്ട്, സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം പറയാണ്, അങ്ങേക്ക് എന്താവശ്യം വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഞാനത് തീർച്ചയായിട്ടും സാധിച്ചു തരാം. കാരണം അങ്ങിവിടെ വന്നത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്, അത്രയേറെ ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ മഹർഷിയും തിരിച്ച് പറഞ്ഞു കേട്ടോ, കാരണം ഞാനും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്, അത് ഞാൻ തീർച്ചയായിട്ടും പറയാം. അതായത് വിശ്വാമിത്ര മഹർഷി ഒരു വലിയ ഒരു മഹായാഗം നടത്തുന്നുണ്ട് എല്ലാ അമാവാസി ദിവസങ്ങളിലും.
അപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ യാഗത്തിന് കുറേ മുടക്കുകളൊക്കെ വരുന്നു. കുറച്ച് അസുരന്മാരൊക്കെ ചേർന്നിട്ട് ആ യാഗം മുടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് നടത്താൻ സാധിക്കുന്നില്ല. ഈ ഒരു യാഗം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ കാട്ടിലാണ് യാഗം നടത്തുന്നത് എങ്കിൽ കൂടെ ഈ നമ്മുടെ രാജ്യത്തിന് അത് വലിയ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ടും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ശ്രേയസ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് അത് ഉപകരിക്കുന്നത്. അപ്പോൾ അത് മുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നല്ലേ അർത്ഥം. അപ്പം യാഗം മുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യത്തിനെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ യാഗരക്ഷ ചെയ്യേണ്ടത് രാജാവിൻ്റെ കൂടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് അങ്ങേരുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിനെനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും അത് അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. യാഗരക്ഷ നടത്തേണ്ടത് രാജ്യത്തലവനായിട്ട് രാജാവിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെന്ത് സഹായമാണ് ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടത്? അങ്ങ് അത് ചോദിച്ചോളൂ, തീർച്ചയായിട്ടും ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ചോദിച്ചു, അങ്ങയുടെ മൂത്ത പുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണനോടൊപ്പം എൻ്റെ കൂടെ ഒന്ന് അയക്കണം, ആ ശത്രുക്കളെ നേരിടാനായിട്ട്. അതാണ് എൻ്റെ ആവശ്യം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം തനിക്ക് ഏറെ പ്രിയപ്പെട്ട തൻ്റെ പുത്രനെയാണ് ചോദിക്കുന്നത് യാഗരക്ഷയ്ക്കായിട്ട്. അദ്ദേഹം ഒരിക്കൽ പോലും ശ്രീരാമനെ പിരിഞ്ഞിരുന്നിട്ടില്ല. പിരിയാന്ന് പറയുന്നത് ചിന്തിക്കാൻ കൂടെ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം മരിച്ചു പോകും തോന്നും. അത്രയധികം ഇഷ്ടത്തിലുപരി അവർ തമ്മിൽ അത്ര വലിയ ഒരു ഗാഢമായിട്ടുള്ള ബന്ധമാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയേറെ ബന്ധം അവിടെ വന്നത്? അതിന് പുറകിൽ ഒരു കഥയുണ്ട്. അതായത് ഈ ദശരഥ മഹാരാജാവിന് ശാപം കിട്ടിയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്ന ആ ദിക്കിലേക്ക് അവിടേക്ക് നോക്കാതെ തന്നെ അമ്പ ചെയ്യാനായിട്ട് സാധിക്കും. അത് ആ കൃത്യ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. പുറകിലേന്നാണ് ശബ്ദം കേൾക്കുന്നതെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കാതെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി അമ്പ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ദശരഥ മഹാരാജാവിനുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഒരിക്കൽ നായാട്ടമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതേപോലെ പുറകിൽ നിന്ന് ആന വെള്ളം കുടിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഇദ്ദേഹം ആനയാണല്ലോ എന്ന് വിചാരിച്ച് അമ്പെടുത്ത് തൊടുത്തപ്പോഴാണ് മനസ്സിലായത് ആ അമ്പ് കൊണ്ട് കരയുന്നത് ഒരു മനുഷ്യനാണെന്ന്. ഒരു മുനികുമാരനായിരുന്നു. അങ്ങനെ മനുഷ്യൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഇദ്ദേഹം വേഗം പിന്തിരിഞ്ഞ് ഓടിയിട്ട് അവിടേക്ക് എത്തിയിട്ടോ. നോക്കിയപ്പോൾ ശ്രവണകുമാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുനികുമാരനാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് കാഴ്ചയില്ല, അന്ധരാണ് അവർ. അപ്പോൾ അവർക്ക് കുറച്ച് ദാഹജലം കുടിക്കുന്നതിനായിട്ട് അവർക്ക് നടന്നു പോയിട്ട് എടുക്കാനൊന്നും സാധിക്കില്ലല്ലോ, കണ്ണ് കാണാത്തവരല്ലേ. അപ്പോൾ അവർക്ക് കുടിക്കാനായിട്ട് ഒരു കുടത്തിലെ വെള്ളം ശേഖരിക്കാൻ വന്നതാണ് ആ തടാകത്തിൻ്റെ കരയിലേക്ക് ശ്രവണകുമാരൻ. അങ്ങനെയാണ് ആനയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ വധിക്കുന്നത്. അത് അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഈ അമ്പ് കൊണ്ടിട്ട് ആ മരണവെപ്രാളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗത്താണ് ഇദ്ദേഹം പേടിച്ചിട്ട്, അതായത് സങ്കടം കൊണ്ട് തെറ്റുപറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓടി ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് ദശരഥ മഹാരാജാവ് അവിടെ ചെന്നിട്ട്. അപ്പോൾ ഈ മുനികുമാരൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ മാതാപിതാക്കൾ അവർ കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ്. അവർക്ക് ദാഹജലം ശേഖരിക്കാനായിട്ട് വന്നതാണ് ഞാൻ. ഈ ദാഹജലം കൊണ്ടുപോയിട്ട് അവർക്കൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് രാജാവിന് അറിയുന്ന പോലുമില്ല. കാരണം ആ ഒരു വെപ്രാളത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തു, ആ കുടത്തിലെ വെള്ളം എടുത്തിട്ട് ഈ ഇവരുടെ ആശ്രമത്തിലേക്ക് എത്തി. അപ്പോൾ ആ കാൽപെരുമാറ്റം കേട്ടപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ടോ തൻ്റെ മകനല്ല വരുന്നത് എന്ന്. അങ്ങനെ അവർ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ദശരഥ മഹാരാജാവാണ്, എനിക്കൊരു വലിയ അബദ്ധം പറ്റി, ഞാൻ അറിയാതെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചിട്ട് സംസാരിക്കുന്നതേ, പറ്റിപ്പോയ അബദ്ധത്തെ കുറിച്ചിട്ട്. പക്ഷെ മാതാപിതാക്കളല്ലേ, അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനല്ലേ, അവർക്കത് സഹിക്കാൻ സാധിച്ചില്ല കേട്ടോ. അങ്ങനെ അവർ ഈ രാജാവിനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. നീയും ഇതേപോലെ പുത്രദുഃഖത്താൽ അത്ര അധികം ദുഃഖം നീ അനുഭവിക്കും, അതേ തുടർന്ന് തന്നെ ആയിരിക്കും നിന്റെ മരണവും എന്ന് അവിടെ വെച്ചിട്ട് ശപിക്കുകയാണ് ദശരഥ മഹാരാജാവിനെ. അപ്പോൾ ഈ ഒരു ശാപം നിമിത്തം കൂടിയാണ് ഈ ദശരഥ മഹാരാജാവിന് തൻ്റെ പുത്രനായിട്ടുള്ള ആ ശ്രീരാമനോട് ഇത്രയേറെ അടുപ്പം വന്നത്. അതുകൊണ്ടാണല്ലോ ശ്രീരാമൻ പോകുകയാണ് അല്ലെങ്കിൽ കൊണ്ടുപോകുകയാണെന്ന് പറയുമ്പോൾ രാജാവിന് അത് സഹിക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനൊരു കഥ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത്
ഈ ദുഃഖം സഹിക്കാൻ അതായത് വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഒരു സമയത്ത് ആ ഒരു ദുഃഖം സഹിക്കാൻ വയ്യാണ്ട് രാജാവ് കൊടുത്ത വാക്കിൽ ഒന്ന് വ്യതിചലിക്കുകയാണ്. അതായത് രാമന് പകരം ഞാൻ വന്നാൽ മതിയോ അങ്ങയുടെ കൂടെ? അതായത് രാജാവും ക്ഷത്രിയനാണല്ലോ, അദ്ദേഹത്തിനും എല്ലാം നല്ല വശമുണ്ട്, അവരുടെ അഭ്യാസങ്ങളെല്ലാം നല്ല വശമുണ്ട്. അപ്പൊ രാമന് പകരം ഞാൻ വന്നാൽ മതിയോ എന്ന് വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് രാജാവ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ വിശ്വാമിത്രന്റെ മുഖമൊക്കെ ഒന്ന് മാറി തുടങ്ങി. കാരണം രാമനെയാണ് വിളിച്ചത്, അപ്പോൾ വാക്ക് മാറിയിട്ട് രാജാവ് വരട്ടെ എന്നാണ് ചോദിക്കണതേ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മുഖമൊക്കെ മാറി. ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. വിശ്വാമിത്ര മഹർഷിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അടുത്ത് നിന്നിട്ട് വസിഷ്ഠ മുനി ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അദ്ദേഹം വേഗം രാജാവിനെ സൈഡിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. കാരണം വിശ്വാമിത്ര മഹർഷി ശപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു പ്രയാസവും ചിന്തിക്കേണ്ട, രാമനെ അദ്ദേഹത്തിനൊപ്പം പറഞ്ഞയക്കുക. രാമൻ എന്ന് പറയുന്നത്, അതായത് ആ ഒരു അവതാര രഹസ്യം അദ്ദേഹം ആ ഒരു സമയത്ത് വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. രാമൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത്. അങ്ങയുടെ കഴിഞ്ഞ ജന്മത്തിലെ അങ്ങയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അങ്ങേക്കും കൗസല്യയ്ക്കും അദ്ദേഹം പുത്രനായിട്ട് അവതരിച്ചത്. ലക്ഷ്മണനായിട്ട് ജനിച്ചിരിക്കുന്നത് സാക്ഷാൽ ആദിശേഷനാണ്. ഭരതനും ശത്രുഘ്നനും ശംഖും ചക്രവുമാണ്. അതുകൊണ്ട് ഒന്നും അങ്ങ് പേടിക്കേണ്ട, സന്തോഷത്തോടു കൂടെ വിശ്വാമിത്ര മഹർഷിയുടെ ഒപ്പം ഇവരെ രണ്ടുപേരെയും അയച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാരാജാവിന് അദ്ദേഹത്തിന്റെ ശ്വാസം നേരെ വീണത് കേട്ടോ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പുത്രന്മാരെ രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അയക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ശാപം കിട്ടിയ ഒരു കഥ ഇതിൻ്റെ ഇടയിലുണ്ട്. ആ ഒരു കഥയാണ് പറഞ്ഞത്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ വീഡിയോൻ്റെ ചുവടെയായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മംഗളാസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ID എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുതിയ വീട് വെക്കാൻ എന്താണ് വഴിപാട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണോ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് ആ വഴിപാടാണ് നമ്മൾ നേരേണ്ടത് കേട്ടോ. പിന്നെ ഉദ്ദിഷ്ട സിദ്ധിക്കായിട്ട് കൃഷ്ണനാട്ടം വഴിപാട് ചെയ്യുന്നവരുണ്ട്, കദളിക്കുല സമർപ്പിക്കുന്നവരുണ്ട്. അതുപോലെ എന്തും ഭഗവാൻ തോന്നിപ്പിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വഴിപാട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അതുകൂടാതെ വീട് നമുക്കിങ്ങനെ സമർപ്പിക്കാം. അതായത് ആൾരൂപം വെക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വീടിൻ്റെ ഒരു രൂപം ഉണ്ടായിരിക്കും, അതെടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവിടെ സമർപ്പിക്കാം കേട്ടോ. അതും കൂടെ വീട് വെക്കാനായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അടുത്തത് സജിത വിജയൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. മോളെ വിളിക്കേണ്ട നമ്പർ അയക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മുൻപ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഭക്ത കൂടാതെ വേറെയും കുറച്ച് പേര് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. എൻ്റെ നമ്പർ 8111937939 ആണ് കേട്ടോ. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. ഇന്ന് ഇത്ര ചോദ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ലൈവ് തുടങ്ങിയ സമയത്ത് നമ്മുടെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എടുത്ത ചോദ്യങ്ങളാണെങ്കിലും ഒന്നും കൂടെ പറഞ്ഞോളൂ എന്നുള്ളത്. അറിയാത്തവർക്ക് ഇനിയും കേൾക്കാലോ, അറിയുന്നവർക്കാണെങ്കിൽ അത് ഒന്നും കൂടെ ഉറപ്പിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ എല്ലാ ചോദ്യങ്ങളായിട്ട് നാളെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാമജപത്തിൻ്റെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോൻ്റെ ചുവടെ എഴുതാനായിട്ട് ശ്രമിക്കൂ. അപ്പോൾ നാമജപത്തിൻ്റെ കൗണ്ടും ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.